അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ ദിവസമാണ് നമ്മളിലേക്ക് ആഗതമായി കൊണ്ടിരിക്കുന്നത്. വിശ്വാസി മാനസങ്ങളിൽ ആനന്ദത്തിൻ്റെ തിരമാലകൾ അലതല്ലുന്ന ഈ നിമിഷത്തിൽ ഹബീബായ നബി തങ്ങളോടുള്ള സ്നേഹം സഹാബത്തുൽ കിറാം തൻ്റെ ശരീരം മുഴുവനേക്കാളും, തൻ്റെ വ്യക്തിത്വത്തെക്കാളും, തൻ്റെ കുടുംബത്തെക്കാളും, സമൂഹത്തെക്കാളും മൊത്തം പ്രാധാന്യം നൽകിയത് ഹബീബായ നബി തങ്ങളോടുള്ള സ്നേഹത്തിനായിരുന്നു. ഹബീബായ നബി തങ്ങളുടെ ഇഷ്ടപ്പെട്ട ഒരു ദാസനായിരുന്നു, സഹാബിയായിരുന്നു മഹാനായ സൗബാൻ റളിയല്ലാഹു തആല അൻഹു. സൗബാൻ റളിയല്ലാഹു തആല അൻഹു കുറേ നാളേക്ക് മുത്തുനബിയെ കാണുന്നില്ല. ഒരു ദിവസം സൗബാൻ റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ള കാണാനിടയായപ്പോൾ സൗബാൻ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരം മെലിഞ്ഞ് വളരെ ദുഃഖം പിടിച്ച ആളുകളെ പോലെയുണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൗബാൻ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, എന്ത് സൗബാൻ നിങ്ങൾക്ക് പറ്റിയത്? അപ്പോഴാണ് സൗബാൻ റളിയല്ലാഹു അൻഹു പറയുന്നത്, നബിയെ, എനിക്ക് നിങ്ങളെ ഇടയ്ക്കിടയ്ക്ക് കണ്ടുകൊണ്ടേയിരിക്കണം. എനിക്ക് നിങ്ങളെ കാണാതിരിക്കുമ്പോൾ ഞാൻ ഒറ്റപ്പെട്ടതുപോലെ ഞാൻ ഒറ്റപ്പെട്ട് വളരെ പ്രയാസപ്പെടുകയാണ്. അങ്ങനെ ഞാൻ ആഖിറത്തിനെ, പാരത്രിക ലോകത്തിനെ എനിക്ക് ഓർമ്മ വരുമ്പോൾ ഞാൻ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുകൂടെ സ്വർഗത്തിൽ, നിങ്ങൾ വലിയ ഡിഗ്രിയിലുള്ള ആളും ഞാനൊന്നുമല്ലാത്ത പാവപ്പെട്ടവരോട് കൂടെ സ്വർഗത്തിലായാൽ എനിക്ക് നിങ്ങളെ കാണാൻ പറ്റില്ലല്ലോ എന്നുള്ള വേജാറ് കൊണ്ട് ഞാൻ വളരെ പ്രയാസപ്പെടുകയാണ്. ഇനി ഞാൻ സ്വർഗത്തിൽ പ്രവേശിച്ചിട്ടില്ലെങ്കിൽ തീരെ എനിക്ക് നിങ്ങളെ കാണാൻ കഴിയുകയില്ലല്ലോ എന്നുള്ള വേദന കൊണ്ടാണ് എൻ്റെ മനസ്സ് നീറിപ്പുകഞ്ഞുകൊണ്ട് ഞാൻ ഏകാന്തതയുടെ തടവറയിൽ അകപ്പെട്ടുകൊണ്ട് വളരെ വിഷണ്ണനായി കാണുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സൗബാൻ റളിയല്ലാഹു അൻഹു പറയുമ്പോൾ അവിടുന്ന് വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് ഇറങ്ങുകയാണ്. വമൻ യുതിഇല്ലാഹ വറസൂല ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസുന ഉലൈക റഫീഖ എന്ന ആയത്ത് ഇറങ്ങുകയാണ്. അള്ളാഹുവിനും അവൻ്റെ റസൂലിനും വല്ലവനും അനുസരിച്ചാൽ അവൻ സിദ്ദീഖീങ്ങളുടെയും സ്വാലിഹീങ്ങളുടെയും ശുഹദാക്കളുടെയും കൂടെയാണ്, അവരാണ് ഏറ്റവും നല്ല കൂട്ടുകാരെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമാധാനിപ്പിക്കുന്ന രൂപത്തിലും അതുപോലെ സൗബാൻ റളിയല്ലാഹു അൻഹുവിനെ സമാധാനിപ്പിക്കുന്ന രൂപത്തിലും ആയത്ത് ഇറങ്ങുകയാണ്. അപ്പോൾ മുത്തുനബിനെ സ്നേഹിച്ചവര് അള്ളാഹുവിൻ്റെ റസൂലിനോട് കൂടെ ആഖിറത്തിൽ പ്രവേശിക്കുമെന്ന് ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. അള്ളാഹു നമ്മെ മുത്തുനബിയുടെ മുഹിബ്ബീങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.